ഇപ്പം നിങ്ങൾ വിചാരിക്കും സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി സവാളയിൽ ഉപ്പ് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരായ കുറച്ച് ആൾക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സവാള അരിയുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതി. അത് സവാളയിലാണോ അതോ കത്തിയിലാണോ എന്നൊക്കെ ഞാൻ വഴിയേ പറയാം. പക്ഷേ കുറച്ച് സവാള ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ വീട്ടമ്മമാർ സ്ഥിരം അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാതെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സവാള അല്ലേ. അപ്പം നമ്മൾ സവാള എടുക്കുമ്പോൾ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ സവാളയിലും നമുക്ക് ഇതുപോലത്തെ ഒരു കറുത്ത പാടുകൾ കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ തോല് ഉരിച്ചിട്ടാണെങ്കിലും തോലിൻ്റെ മേൽഭാഗത്താണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപോലെ ഇതുപോലത്തെ കറുത്ത പാടുകൾ കാണാൻ പറ്റുമല്ലേ. നമ്മളത് സാധാ വെള്ളത്തിൽ കഴുകിയൊക്കെ ഉപയോഗിക്കും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ഫംഗസാണ്. അപ്പോൾ നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിയാലൊന്നും അത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ദൂഷ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് അത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സവാളയുടെ കറുത്ത പുള്ളികൾ നമുക്കൊരു പ്രശ്നമേ അല്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിയാൻ വെച്ചിരിക്കുന്ന സവാള, അതായത് തൊണ്ട് കളഞ്ഞ സവാള അങ്ങനെ തന്നെ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. വെറുതെ ഇട്ട് വെച്ചാൽ പോരാ, എടുത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിനകത്തുള്ള ഫംഗസൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ സവാള എടുത്ത് നോക്കുമ്പോൾ അത് കണ്ടില്ലേ, ആ വെള്ളത്തിൻ്റെ കളർ എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു, വെറുതെ സവാള എടുത്ത് വെച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സവാളകൾ അതിനകത്തു നിന്ന് മാറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ വെള്ളം മുഴുവൻ ഒരുമാതിരി കളറ് മാറിയിരിക്കുന്നത്. പിന്നീട് ആ സവാള നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ എടുക്കാം. ഒരു പഴയ കർച്ചീഫാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ വെട്ട് ടിഷ്യൂ ആണ് എടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ സവാള അരിയുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ടവലോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ സവാള അരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ? അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ കണ്ണ് എരിയത്തേ ഇല്ല. നമ്മൾ ഈ സവാള അരിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു തരം പുകച്ചിൽ വന്നിട്ട് നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുമല്ലേ. അപ്പോൾ അത് മാറ്റാനായിട്ടൊരു ബെസ്റ്റ് ടിപ്പാണെന്ന് തന്നെ പറയാം. ഇതുപോലെ ഒരു കർച്ചീഫോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ നനച്ചിട്ട് ഇതുപോലെ നമ്മൾ സവാള അരിയുന്നതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. മറ്റൊരു ടിപ്പ്, നമ്മൾ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എടുത്തിട്ട് നമ്മൾ അരിയുന്ന കത്തിയിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ സവാള അരിയുകയാണെങ്കിൽ അതും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ ആണ് കേട്ടോ. അതായത് ഒരു തുള്ളി പോലും കണ്ണിൽ നീര് വരാതെ നമുക്ക് അടിപൊളിയായിട്ട് എത്ര കിലോ സവാള വരെ നല്ല സ്പീഡിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 ടിപ്പുകളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പുകൾ തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരായ കൊതുകിനെ നമുക്ക് സവാള കണ്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാളയിൽ അത് കുറച്ച് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ പൊടിച്ച് ചേർക്കാൻ പോകുന്നത് കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം 2 ഉണ്ട കർപ്പൂരം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നല്ലപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈവച്ച് തന്നെ സവാളയും കർപ്പൂരവും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് നല്ലൊരു വാസന വരും കേട്ടോ. അത് കൊതുകിന് ഒട്ടും പിടിക്കില്ല. നമ്മൾ ഈ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മളിത് മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ കൊതുക് ശല്യമുള്ള നമ്മുടെ വീടിൻ്റെ ഡ്രോയറിൻ്റെ അടിയിലും നമ്മുടെ അലമാരയുടെ അടിയിലും കട്ടിൻ്റെ അടിയിലും ഒക്കെ ഇതുപോലെ വെറുതെ കൊണ്ട് വെച്ചാൽ മാത്രം മതി. ഇതിനകത്തുനിന്ന് വരുന്ന ദുർഗന്ധം കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല. ആ ഏരിയയിൽ നിന്ന് തന്നെ കൊതുക് മാറിപ്പോക്കോളും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടിപ്പാണ്. യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.